Hello everyone, myself Laila Abdulla, Faculty of Computer Science, MES Kalladi College, Mannarkkad. Let me take this opportunity to welcome you all to MES Kalladi College. This presentation is a bridge course on basic computer awareness. It is meant to give you all of you a basic awareness about computers which are integral part of our everyday life. നമുക്ക് കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തൊരു ലോകം സങ്കല്പിക്കുക പോലും അസാധ്യമാവും ഇപ്പോൾ. We are using computers for endless applications now. As undergraduate students, it is very essential that all of you should have a basic understanding of structure of computers, functionalities of computers, and all of you have to be very familiar with the basic terminologies that we use around computers. അപ്പോൾ ഇത്തരം കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷൻ്റെ ലക്ഷ്യം. So to begin with, let me give you a small explanation of the basic functionality of computers. A computer is basically a machine, യന്ത്രമാണ് അല്ലേ. അപ്പോൾ യന്ത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ മനുഷ്യ അധ്വാനത്തിനെ ലഘൂകരിക്കുക, അതിന് സിമ്പിളാക്കുക എന്നുള്ള രീതിയിലാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യന്ത്രങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ മെഷീൻസ് സംടൈംസ് ചിലപ്പോൾ ആർ യൂസ് ടു പെർഫോം ടാസ്ക് ദാറ്റ് ആർ ബിയോണ്ട് ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. നമ്മൾക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ടാസ്കുകൾ അച്ചീവ് ചെയ്യാനും നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് സ്പീഡ് എക്സെട്ര. So just like any other machines, computers are also designed to reduce human effort in performing a task. So computers actually deals with the data and its processing. അപ്പോൾ ഹ്യൂമൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്ര വോള്യൂം ഓഫ് ഡേറ്റയും അതുപോലെ ഹ്യൂമൻസിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിൽ വളരെ എത്രയോ വലിയ സ്പീഡിൽ കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ മെഷീൻ ഈസ് എ മെഷീൻ ദാറ്റ് റിസീവ്സ് ഡേറ്റ ഫ്രം ഹ്യൂമൻസ് and it can simply store the data and also it can process the data in a meaningful way and it can give you an desired output. So computer ഈ പണി ചെയ്യുന്നത്, computer does its jobs based on some instruction that is also fed into computer's memory. ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസ് എഴുതുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ can't do anything of its own. It should be given proper instruction to perform a task. At the lowest level, computer is a large set of circuitry and we get some output from the output based on the signals that flows in the circuitry. അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഇസ് സേവ്ഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് കുഡ് ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ദീസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. നമ്മൾ ഹ്യൂമൻസ് ആണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതുക. ഈ ഇൻസ്ട്രക്ഷൻസിനെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മെഷീനിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. So computers are wired in such a way that it could easily execute these instructions. So modern computers can get the output in an accessible form by humans and it can also store these results of processing data for future use. So ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ഫങ്ഷനാലിറ്റി. ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇലക്ട്രോണിക് ഡിവൈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ഓൺ മെമ്മറി ദാറ്റ് ക്യാൻ ആക്സസ് ഡേറ്റ, പ്രോസസ് ഡേറ്റ അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് റൂൾസ്, പ്രോസസ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റോർ ദ ഇൻഫർമേഷൻ ഫോർ ഫ്യൂച്ചർ യൂസ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻ ഓർഡർ ഫോർ ദ കമ്പ്യൂട്ടർ ടു പെർഫോം ദീസ് ടാസ്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 3 യൂണിറ്റുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ 3 കമ്പോണൻസ് ഉണ്ടാവണം എന്നാണ് പറയുക. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, അതായത് ഹ്യൂമൻസിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് അല്ലെങ്കിൽ ഡേറ്റ റിസീവ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് സർക്യൂട്ടറി ആൻഡ് ഇൻസ്ട്രക്ഷനാണ്. പിന്നെ ദ ആക്ച്വൽ പ്രോസസ്സർ where the data is processed. So in order to perform the functions of a computer, it should have hardware and software components associated with it.
നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ചിത്രമാണ് ഇവിടെ. നോക്കൂ, ഒരു സിസ്റ്റം യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ഒരു പെരിഫറൽ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ദി സിസ്റ്റം യൂണിറ്റ്. ഇതിൽ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇതൊക്കെ ഹാർഡ്വെയർ ആണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. ഇതൊക്കെ പരസ്പരം വയർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സിംപ്ലി കണക്റ്റിംഗ് ദീസ് ഹാർഡ്വെയർ ടുഗെദർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് will not serve the functionality of the computers. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷനാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്നും കൂടെ നോക്കാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് ഫിസിക്കൽ എലമെൻറ്റ്സ് ഓർ ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ആക്ച്വലി അതിൻ്റെ മെഷീനറി, വയേഴ്സ്, അതേപോലെ അതിൻ്റെ സർക്യൂട്ട്സ് ഒക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്, അതായത് ലാർജ് വോള്യൂം ഓഫ് ഡേറ്റ, മെമ്മറീനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. അതുപോലെ ഇൻറ്റേർണൽ കമ്പോണൻസ്, മദർ ബോർഡ്, റാം, ഇങ്ങനത്തെ ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർഡ്വെയർ പാർട്ടാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് കണ്ടെയ്നിങ് ദ പ്രിൻസിപ്പൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് അതർ ഡിവൈസസ് വിത്ത് കണക്ടേഴ്സ് ഫോർ അതർ സർക്യൂട്ട് ബോർഡ്സ് ടു ബി സ്ലോട്ടഡ് ഇൻ ടു. നോക്കൂ, ഇതിലെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുകളുള്ളത് ഇതിലെ പ്രിൻസിപ്പൽ കമ്പോണൻസിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള സർക്യൂട്ടുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ്. കൂടാതെ ഇതിൽ ഒരുപാട് സ്ലോട്ടുകളുണ്ട്, സോ ദാറ്റ് അതർ അഡീഷണൽ ഹാർഡ്വെയർസും പെരിഫറൽ ഡിവൈസസും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ പാർട്ടാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ എ മദർ ബോർഡ് ലുക്ക് ലൈക്ക്. നോക്കൂ, ഒരു സാധാ ഡെസ്ക്ടോപ്പ് പി സിയുടെ കേസിനകത്തുള്ള കമ്പോണൻസ് നോക്കൂ. ഇതിൽ മദർ ബോർഡ് ഉണ്ട്. മദർ ബോർഡിൽ മൗണ്ടഡ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം, ഹാർഡ്വെയർ പാർട്സ് എല്ലാം. ഇവിടെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്, അതാണ് PSU കാണിക്കുന്നു. അതിന് SMPS എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഇത് നോക്കൂ, പ്രോസസ്സർ, ഈ ഫാനിൻ്റെ അടിയിലാണ് പ്രോസസ്സർ ഉണ്ടാവുക. പ്രോസസ്സറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് നേരം വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ്, അപ്പോൾ ഇതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻ ഉള്ളത്. അല്ലാതെ മൊത്തം സർക്യൂട്ടിനെ കൂൾ ചെയ്യാൻ വേറൊരു ഫാൻ ഉണ്ടാവും. കൂടാതെ റാം, അതേപോലെ മദർ ബോർഡിൽ ബിൽറ്റിനായിട്ടുള്ള കുറേ റോം മെമ്മറികൾ ഉണ്ടാവും. പിന്നെ നോക്കൂ, അഡീഷണൽ ഹാർഡ്വെയർ പീസസ് നമുക്ക് ആഡ് ചെയ്യാം, സച്ച് ആസ് വീഡിയോ കാർഡ്, ഓഡിയോ കാർഡ്, ഗ്രാഫിക്സ് കാർഡ്, നെറ്റ്വർക്ക് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം മോഡേൺ മദർ ബോർഡ്സിലൊക്കെ ഇതൊക്കെ ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. ബട്ട് സംടൈംസ് ടു എൻഹാൻസ് ദി എഫക്റ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഹാർഡ്വെയർ യൂണിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്ലോട്ടുകളൊക്കെ മദർ ബോർഡിൽ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഐ ടോൾഡ് യു, സിംപ്ലി കണക്റ്റിംഗ് ഓൾ ദീസ് ടുഗെദർ വിത്ത് വയേഴ്സ് വിൽ നോട്ട് സെർവ് യു ദ പർപ്പസ് ഓഫ് എ റിയൽ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് വേർ ദ സോഫ്റ്റ്വെയർ കംസ് ഇൻ ടു പിക്ചർ. Software are actually simply computer programs, a collection of computer programs, അല്ലെങ്കിൽ ഒരു വെരി ലാർജ് പ്രോഗ്രാമിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. Programs in turn are simply collection of instructions and data. So software is a generic term for organized collection of computer data and instruction, and often broken into two or major categories. അത് രണ്ട് തരത്തിലുള്ള categorization ആണ് മേജർ ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ those softwares are type of softwares that controls, integrate and manage individual hardware components of a computer system. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഒരു എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ടേം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. An operating system എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് ഇറ്റ്സ് അണ്ടർലൈൻ ഹാർഡ്വെയർ. അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രീവിയസ് സ്ലൈഡിൽ കാണിച്ചു തന്നല്ലോ. അതായത് റാം ഉണ്ട്, റോംസ്,
ഹാർഡ് ഡിസ്ക്, അതുപോലെ പെരിഫറൽ ഡിവൈസസ്, ഇതെല്ലാം ഈ ഹാർഡ്വെയർ യൂണിറ്റുകളെല്ലാം ഒരുമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അതുകൊണ്ടാണ് അതിനെ എന്താ പറയുക, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർസിന് മറ്റൊരു എക്സാമ്പിളാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പെരിഫറൽ ഡിവൈസിനോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയറിനെ ഒരു പുതുതായിട്ട് നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തോട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയിട്ട് ഇതുപോലെ ഡിവൈസസിനോട് അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുക. ഡിവൈസ് ഡ്രൈവർ ഇസ് എ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഓപ്പറേറ്റ്സ് എ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ കണക്റ്റഡ് ഡിവൈസ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് അതിന് ഡിവൈസ് ഡ്രൈവറും എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. പിന്നെയുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾ വളരെ ആപ്പ് എന്നുള്ള ടേം നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഈസ് സിംപ്ലി എ സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ് ടു അക്കംപ്ലിഷ് എ സ്പെസിഫിക് ടാസ്ക്. ഒരു യൂസർ ഫ്രണ്ട്ലി ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ജസ്റ്റ് അതിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻസിനെ മാനേജ് ചെയ്യലല്ല ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പണി. പകരം ഈ ഹാർഡ്വെയർസിനെ യൂസ് ചെയ്തുകൊണ്ട് ഹാർഡ്വെയർസിൻ്റെയും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെയും സപ്പോർട്ടോട് കൂടി ഒരു പ്രോഗ്രാം റൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹാർഡ്വെയർസിനെ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യേണ്ട പ്രോഗ്രാം, ആൻഡ് ദാറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ ദീസ് ആപ്ലിക്കേഷൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് വീവർ വിൽ ബി ആൻ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. എ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് സിസ്റ്റം ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. സോ ദീസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടുഗെദർ വിത്ത് ദി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫോംസ് ആൻ എൻ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റം. I gave you a picture of the basic functions of a computer. Now, before going into further details, it will be fun, it will be very interesting to just go through the history of computers. It will be very interesting to just go through the important milestones in the history of the computers. സോ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിക്കുക എന്നുള്ളൊരു ഐഡിയ അത് 4th century BC തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അബാക്കസ് എന്ന് പറയാറുണ്ട്. ശരിക്കും while it is not real a computer, the abacus known as the first calculating tool. അതുകൊണ്ട് തന്നെ we can't deny the fact that it was a computer. It was a computer to the ancestors. It is the ancestors computer. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിക്കുമ്പോൾ അബാക്കസ് എന്ന് പറയാറുള്ളത്. Abacus is a device that allows users to make computations using a system of sliding beads arranged on a rack. Let me show you a few pictures of abacus. We cannot discuss the working or how the calculations are done using an abacus because it is beyond the scope of this presentation. So let me move to the next slide. Pascaline അല്ലെങ്കിൽ an adding machine. It is a mechanical calculator invented by Blaise Pascal. He was basically a French mathematician and philosopher. He developed this instrument to help his father with the laborious arithmetic calculations required for him to perform as a part of his duty as a tax supervisor. This machine helped to add and subtract two numbers directly and also perform multiplication and division through repeated addition and subtraction. Many later calculators were either directly inspired by or shaped by Pascal's this invention. So the possibility of using a mechanical device for calculation was a great inspiration to many successors of Blaise Pascal, and it is a major milestone in the history of computers. Let me show you the picture of this device.
Now, another important milestone was Charles Babbage's design of analytical machine. So there were several calculators introduced in between, but they were not as fascinating as Charles Babbage's design of differential engine and analytical engine. In 1822, he persuaded British government to finance his machine that would calculate the tables of logarithms. Charles Babbage was basically a mathematician who worked a lot on preparing mathematical and astronomical tables. To get rid of the errors while preparing this calculation, he wanted to mechanize the computations, and that led into the design of difference engine. So with the fund from government, he built a small portion of the first difference engine, and Charles Babbage successfully used this small device to demonstrate the soundness of his overall concept. As he could not receive further funding for his project, and also in difficulty making the mechanical parts of the machine prevented Charles Babbage from actually building any of his design in his lifetime. So despite these setbacks, Charles Babbage had already started developing a more ambitious machine, which is called analytical engine. It was more of a general purpose machine where a difference engine was solely designed to calculate or tabulate polynomial functions. Charles Babbage first described a general purpose analytical engine in 1837 and worked on its design until 1871, but it was never built. The structure of the analytical engine was essentially the same as that which has nominated the computer design or in electronic era. That is, Charles Babbage's design lo input system undairunnu, processing and concept of memory undairunnu, and also output unit idea undairunnu. So structure in mind വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ്, അതുകൊണ്ട് തന്നെയാണ് ചാൾസ് ബാബേജിനെ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. So the dream and the design of analytical engine is one of the most successful achievement of Charles Babbage's life. But he couldn't build any of his design in his lifetime because of the lack of fund and also the conflicts with his chief engineer to make the mechanical parts of his machine. Even though his son tried to construct a part of Babbage's design, but it was never built completely. Charles Babbage's design of analytic engine included input-output medium, and it used punched cards for the same. So this idea was inspired from Joseph Mary Jacquard. Jacquard never built a calculating machine, but what he built was a Jacquard's loom, which used interchangeable punched cards that controlled the weaving of clothes so that any desired pattern could be obtained automatically. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഡിസൈൻ വീവ് ചെയ്യാനുള്ള ഡിസൈൻ പ്രോഗ്രാം ചെയ്യലാണ്. പ്രോഗ്രാം ചെയ്യൽ നമുക്ക് പറയാം. ഒരു പഞ്ച്ഡ് കാർഡ്സിൽ യു ക്യാൻ മേക്ക് സെറ്റ് ഓഫ് ഹോൾസ് അക്കോർഡിംഗ് ടു ഹിസ് ഡിസൈൻ. അപ്പോൾ ഈ ഹോൾസിൽ പഞ്ച്ഡ് കാർഡ്സിൽ ഹോൾസ് വെച്ചിട്ടാണ് ഈ വീവിങ് നടക്കുക. സോ നമുക്ക് പറയാം ഈ ബേസിക്കലി പ്രോഗ്രാം ഇസ് ഡിസൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് cards. So let me show you a few pictures. This is a punched card. Even though Charles Babbage's analytical engine was never built, ഒരു പ്രോഗ്രാം റൺ ചെയ്യാം എന്നുള്ളത് സജസ്റ്റ് ചെയ്തത് അഗസ്റ്റ ആഡാണ്. ഷീ സജസ്റ്റഡ്, അതായത് നമുക്ക് ഡേറ്റിനെ എൻകോഡ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ദ വൺ ഹു ക്രിയേറ്റഡ് ദ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയാം.
So she considered as the first programmer in the history of computers. അടുത്ത ഒരു മൈൽ സ്റ്റോൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ടാബുലേറ്റിംഗ് മെഷീനാണ്. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഹെർമൻ ഹോളറിത്ത്, ആൻ അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ. അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം സെൻസസിൻ്റെ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ലാർജ് വോള്യൂം ഓഫ് ഡേറ്റ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാബുലേറ്റിംഗ് മെഷീൻ ബിൽഡ് ചെയ്തത്. സോ ഈ സെൻസസിൻ്റെ ഡേറ്റ അദ്ദേഹം പഞ്ച്ഡ് കാർഡ്സിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഈ മെഷീൻ ക്യാൻ ഓട്ടോമാറ്റിക്കലി റീഡ് ദിസ് പഞ്ച്ഡ് കാർഡ്സ് ആൻഡ് അക്കോർഡിംഗ് ടു ദി ഡേറ്റ സ്റ്റോർഡ് ഓൺ പഞ്ച്ഡ് കാർഡ്സ് ഇറ്റ് ക്യാൻ ഗെറ്റ് ദ കൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ. അതായത് ഇപ്പോൾ സെൻസസിൽ നമ്മൾ പലതിൻ്റെയും കൗണ്ടുകളാണല്ലോ എടുക്കുക. അപ്പോൾ നമ്മളുടെ ഡേറ്റ എന്താണോ അതിൻ്റെ കൗണ്ടുകൾ ഈ മെഷീനിൽ കാണുന്ന ഈ ക്ലോക്കിൽ ആക്ച്വലി ഹി ഗെറ്റ്സ് ദി കൗണ്ട് ഓഫ് സം ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദി punched cards. His machine was widely used in 1890s US census, and he started a company called Hollerith's Tabulating Machine Company, which later became the International Business Machine. And another milestone in the history was Howard Aiken's Mark I computer. It was an മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. അത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിരുന്നില്ല, ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആയിരുന്നു. ബട്ട് ഇറ്റ് കുഡ് ഫീഡ്, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രാം ഫീഡ് ചെയ്ത് അത് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആദ്യത്തെ മെഷീനായിട്ടാണ് മാർക്ക് വണ്ണിനെ കൺസിഡർ ചെയ്യുന്നത്. ഹി സക്സീഡഡ് ഇൻ സെക്യൂറിങ് എ ഗ്രാൻഡ് ഓഫ് $1 million. അതായത് ഈ funding he received was from IBM, and the product was a collaboration between Harvard University and IBM. Let me show you the picture of Mark I computer. The machine weighed 5 tons, incorporated 500 miles of wire, and was 8 feet tall and 51 feet long, and had 50 feet rotating shaft running its length and turned by 5 horsepower electric motor. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, അന്നത്തെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എത്ര സ്പേസ് ഓക്കുപ്പൈ ചെയ്തിരുന്നു, എത്ര പവർ ഓക്കുപ്പൈ ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത്. അടുത്ത ഒരു മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ENIAC-ൻ്റെ ഇൻവെൻഷനാണ്, ENIAC-ൻ്റെ മാനുഫാക്ചറിങ് ആണ്. ENIAC ഇസ് കോൾഡ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് general purpose computer. This machine could calculate, can perform at speeds 1000 times faster than Mark, and it was capable of doing nuclear physics calculation, which would have taken 100 engineers in a year to do by hand. It used 1800 to 19,000 vacuum tubes, 70,000 transistors, etc. And it weighed around 30 tons, and it occupied a space of 1500 square feet, an average area of a 3-bedroom house. Let me show you the picture of a Mark I computer. See, the basic circuit elements were vacuum tubes. അതുകൊണ്ടാണ് ഇത്ര സ്പേസും ഇത്ര എനർജിയും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ലേറ്റർ ഇൻ ദ ഹിസ്റ്ററി ദ ട്രാൻസിസ്റ്റേഴ്സ് വർ റീപ്ലേസ്ഡ്, ദ വാക്യൂം ട്യൂബ്സ് വർ റീപ്ലേസ്ഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പം പവർ കൺസപ്ഷനും സൈസും ഒക്കെ ഒരുപാട് കുറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ. പിന്നെ അപ്പോൾ ഒരുവിധം സർക്യൂട്ട് എലമെൻറ്റ്സിലെ വാക്യൂം ട്യൂബ്സ് എല്ലാം ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം മൈക്രോ പ്രോസസ്സേഴ്സ് കണ്ടുപിടിച്ചു. അതായത് ലാർജ് എമൗണ്ട് ഓഫ് സർക്യൂട്ട്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഓൺ എ സ്മോൾ ചിപ്പ്. അതിനുള്ള അല്ലെങ്കിൽ ടെക്നോളജി കണ്ടുപിടിച്ചു. അതോടുകൂടി ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ മാനുഫാക്ചറിങ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അതായത് നമുക്ക് ഇൻ ടേംസ് ഓഫ് പവറും സൈസും ഒക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റി. അതുപോലെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് വാസ് റെഡ്യൂസ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. അതുകൊണ്ട് തന്നെ പലർക്കും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഐഡിയ ഒക്കെ വരാൻ തുടങ്ങിയത് മൈക്രോ പ്രോസസ്സേഴ്സ് ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷമാണ്. മിഡ്സ് ആൾട്ടയർ എന്ന് പറഞ്ഞിട്ടുള്ള അൺഅസംബിൾഡ്, അതായത് ഒരു കമ്പ്യൂട്ടർ കമ്പോണൻസിൻ്റെ കിറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ.
1975, but it was not a great success. Pinnida IBM introduced its personal computer called IBM PC, but its prototype was given to other companies so to meet the customers' demand. So അതുകൊണ്ടുതന്നെ small companies and individuals who were never would have imagined of owning a personal computer were now open to the computer world. പിന്നെ IBMന്റെ മേജർ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ലിസ ഇൻ 1983 ഇറ്റ് യൂസ്ഡ് മൗസ്. അതായിരുന്നു അത് പ്രിഡിസസേഴ്സിനുമായിട്ടുള്ള ഒരു ഡിഫറൻസ് അതായിരുന്നു. ലേറ്റർ ദേ ഇൻട്രൊഡ്യൂസ്ഡ് മാക്കിൻടോഷ്. ലിസ വാസ് അത്ര പോപ്പുലർ ആയില്ല, കാരണം അതിൻ്റെ പ്രൈസ് കുറച്ച് മീറ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. പിന്നീട് അവർ മാക്കിൻടോഷ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ് ഇൻ ദ മാർക്കറ്റ്. It was introduced in 1984, and this is how a Macintosh PC looked like. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററിയിലുള്ള മേജർ അഡ്വാൻസ്മെൻറ്റ്സ്. അപ്പോൾ ഫർദർ ദ ടെക്നോളജി ഇംപ്രൂവ്ഡ് എ ലോട്ട്. അതായത് ഈ ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻറ്റ് കാരണം നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ജനറേഷൻസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട്സ് വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്തതാണ്. സോ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഉപയോഗത്തോടു കൂടിയാണ്. തേർഡ് ജനറേഷൻ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിൻ്റെ ഉപയോഗത്തോടു കൂടിയുള്ളത് കമ്പ്യൂട്ടേഴ്സിനെയാണ്. പിന്നെ വീണ്ടും ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കാരണം വീണ്ടും ചെറുതായി ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളതായി. അങ്ങനെ അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻറ്റ് കാരണം അങ്ങനെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. പിന്നെ ഈവൻ മോർ ദ സർക്യൂട്ടറി എലമെൻറ്റ്സ് ടെക്നോളജി അഡ്വാൻസ് ചെയ്തു. അങ്ങനെ ഫിഫ്ത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യണം, വിച്ച് ഹാസ് ട്രെമൻഡസ് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉള്ള. അപ്പോൾ ഇതാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. I hope it was interesting for you to just go through the history of computers. The rest of the presentation will be taken in the next video. So let me stop for the time being. Thank you.